കുട്ടിയെ ശ്രദ്ധിച്ചോ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്ന 25 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ കീഴ്ത്താടിയിൽ പല്ലുകളുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ജനനപ്പല്ലുകൾ? ചില കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ പല്ല് മുളച്ച് കാണപ്പെടാറുണ്ട്. നേറ്റൽ പല്ലുകൾ, നിയോനേറ്റൽ പല്ലുകൾ എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് ഈ പല്ലുകൾ കാണാവുന്നത്. ജനന സമയത്ത് തന്നെ ഉണ്ടാകുന്ന പല്ലുകളാണ് ജനനപ്പല്ലുകൾ അഥവാ നേറ്റൽ ടൂത്ത്. അതേസമയം കുട്ടി ജനിച്ച് ആദ്യ മാസത്തിനുള്ളിൽ വരുന്ന പല്ലുകളാണ് നിയോനേറ്റൽ പല്ലുകൾ. മേൽപ്പറഞ്ഞ പല്ലുകൾ സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ എണ്ണമാണ് കണ്ടുവരുന്നത്. ഇത് കൂടുതലായി മുൻനിരയിലാണ് കാണപ്പെടുന്നത്, പ്രത്യേകിച്ച് കീഴ്ത്താടി. ഇനി നമുക്ക് ഈ പല്ലുകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഇത്തരം പല്ലുകൾ വ്യത്യസ്ത ആകൃതിയിലും രൂപത്തിലും കണ്ടേക്കാം. സാധാരണഗതിയിൽ ഇവ ചെറുതോ കോണാകൃതിയിലുള്ളതോ അല്ലെങ്കിൽ പാൽപ്പല്ലുകളുമായി സാമ്യമുള്ളതോ ആവും. നിറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ തവിട്ട് നിറത്തിലോ മഞ്ഞ കലർന്ന വെള്ള നിറത്തിലോ ഇത് കാണും. സാധാരണഗതിയിൽ ഈ പല്ലുകൾ പ്രശ്നക്കാരല്ല. എന്നാൽ ഇവയുടെ സാന്നിധ്യം അമ്മയ്ക്കും കുഞ്ഞിനും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കുഞ്ഞ് പാൽ നുണയുന്ന സമയത്ത് ഈ പല്ലുകളുടെ അഗ്രം നാവിനടിയിൽ വരെയേക്കും അതുവഴി അൾസർ ഉണ്ടാവുകയും ചെയ്യാം. അതുപോലെ തന്നെ അപൂർവ ചില കേസുകളിൽ അമ്മയുടെ സ്ഥലങ്ങളിൽ മുറിവേൽക്കാം. അപ്പോൾ ഇത്തരം പല്ലുകൾ ബലമില്ലാതെ ആടുകയും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവ ഇളകി പോകാനും കുഞ്ഞത് വീഴുവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇതിന്റെ ചികിത്സാ മാർഗങ്ങളെന്ന് നമുക്ക് നോക്കാം. മറ്റ് ബുദ്ധിമുട്ടുകളില്ലാത്ത സാഹചര്യത്തിൽ ഈ പല്ലുകൾ നമുക്ക് നിലനിർത്താം. മുലയൂട്ടിൽ തടസ്സമുണ്ടാക്കുന്ന പല്ലുകളെ അവയുടെ ഉപരിതല മിനുസപ്പെടുത്തി നിലനിർത്താവുന്നതാണ്. ഇതുവഴി നമുക്ക് അൾസർ ഉണ്ടാകുന്നത് തടയാം. ഇനി ബലമില്ലാത്ത പല്ലുകളുടെ സാഹചര്യത്തിൽ അവ നീക്കം ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. എപ്പോഴാണ് നമ്മൾ പല്ല് എടുക്കേണ്ടത്? കുഞ്ഞിന്റെ പല്ല് നിരന്തരമായി ഇടയുന്നത് മൂലം നാവിനടിയിൽ പുണ്ണുണ്ടാകുന്ന സാഹചര്യത്തിലും ബലമില്ലാതെ ആടുന്ന പല്ലുകളുടെ സാഹചര്യത്തിലും നമുക്ക് പല്ല് നീക്കം ചെയ്യാം. പല്ലെടുക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പല്ലുകൾ നീക്കം ചെയ്യുന്നതിന് മുൻപ് അവ പാൽപ്പല്ലുകളാണോ അതോ അധിക മുകളത്തിൽ നിന്നുള്ള അധിക പല്ലാണോ എന്ന് ഒരു ദന്ത എക്സ്റേയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കുന്ന പല്ലുകൾ പാൽപ്പല്ലുകളാണെന്നുണ്ടെങ്കിൽ ബലക്കുറവില്ലാത്ത പക്ഷം അവ നിലനിർത്താം. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞാണെങ്കിൽ പല്ലെടുക്കുന്നതിന് മുമ്പ് പ്രൊഫൈലാക്റ്റിക്കായി വിറ്റമിൻ കെ നൽകിയതിനു ശേഷം പല്ലെടുക്കാവുന്നതാണ്. ഇത്തരം പല്ലുകൾ നീക്കം ചെയ്യുന്നത് കൊണ്ട് പാൽപ്പല്ലുകൾക്കോ ഭാവിയിൽ വരാൻ പോകുന്ന സ്ഥിരദന്തങ്ങൾക്കോ പ്രശ്നമുണ്ടാകുന്നതല്ല. ഇനി പല്ലെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പല്ലുകളോട് കുട്ടികൾ തിരിക്കുന്ന സംബന്ധിച്ച് പല അന്ധവിശ്വാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ കുട്ടികളെ ഭാഗ്യശാലികളായി മറ്റു ചിലയിടങ്ങളിൽ ഭിന്നമായും കണ്ടുവരും. അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്താതെ അനുയോജ്യമായ ചികിത്സ തേടുകയാണ് വേണ്ടത്.